സ്വർഗീയ എയർ ട്രാവൽസ്. അതെ, ഈ സ്വർഗത്തിലേക്കുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് ഇവിടെ നിന്നാണ് ലഭിക്കുന്നത്. അതെ സാർ. സാറിന്റെ പേരെന്താണ്? ആ, നല്ല കഥയാണ്. എന്റെ പേരറിയില്ല. ഞാൻ ഈ നാട്ടിലെ ഏറ്റവും വലിയ കോടീശ്വരനാണ്. ഈ നാട്ടിലുള്ള സകല ബിസിനസ് സ്ഥാപനങ്ങളും എന്റേതാണ്. സിറ്റിയിൽ 5 ബാറുകൾ, 4 തിയേറ്ററുകൾ, പിന്നെ കോടിക്കണക്കിന് രൂപയുടെ മറ്റനേകം ബിസിനസ്. ക്ഷമിക്കണം സാർ, സാറിന്റെ പേര് കാണുന്നില്ലല്ലോ. എന്താ കുട്ടി മണ്ടത്തരം പറയുന്നത്? കോടീശ്വരനായി ഫ്രാൻസിസ് ഫെർണാണ്ടസിന്റെ പേര് ഈ ബുക്കിൽ ഇല്ലെന്നോ? ഒന്നുകൂടെ നോക്കൂട്ടെ, നല്ലവണ്ണം നോക്കും. അല്ലെങ്കിൽ എന്തിനാ, ഞാൻ വിചാരിച്ചല്ലേ ഒരു ഫ്ലൈറ്റ് വിലയ്ക്ക് വാങ്ങി അതിലെനിക്ക് എന്റെ സ്വർഗത്തിൽ പോകാം. അല്ല ഇവിടുന്നാണോ ലഭിക്കുന്നത്? അതെ. നിങ്ങളുടെ പേരെന്താ? എന്നെ മനസ്സിലായില്ല. ഞാനാണ് ഈ വർഷത്തെ മിസ് ഇന്ത്യ. സോറി മാഡം, താങ്കളുടെ പേര് ഈ ബുക്കിലില്ല. എന്താ കുട്ടി പറയുന്നത്? മിസ് ഇന്ത്യ സ്വർഗത്തിന് ആവശ്യമില്ലാണോ? ഓ, സ്വർഗത്തിൽ സുന്ദരന്മാരെ കാണില്ല, അതുകൊണ്ട് സുന്ദരന്മാരുടെ ആവശ്യമില്ല. ഇനിയിപ്പോ പോയിട്ട് എന്താ കാര്യം? ഇവിടെയാണോ സ്വർഗത്തിലേക്ക് പോകാനുള്ള വിമാന ടിക്കറ്റ് ലഭിക്കുന്നത്? അതെ അമ്മച്ചി. അമ്മച്ചിയുടെ പേരെന്താ? എന്റെ പേര് മറിയാമ്മ. അമ്മച്ചിയുടെ പേര് കാണുന്നില്ലല്ലോ. കുഞ്ഞെ, നീ ഒന്ന് നോക്ക്, നല്ലവണ്ണം നോക്ക്. എന്റെ പേര് കാണാതിരിക്കില്ല. ഞാനേ എന്റെ പള്ളിയിലെ പ്രാർത്ഥനാകൂട്ടത്തിന്റെ കൺവീനർ, സ്ത്രീജന സഖ്യത്തിന്റെ സെക്രട്ടറി, അയൽക്കൂട്ടത്തിന്റെ പ്രസിഡന്റ് തുടങ്ങിയ എന്തെല്ലാം സ്ഥാനങ്ങൾ ഞാൻ വഹിച്ചിട്ടുണ്ടെന്നറിയോ? കുഞ്ഞെ, നീ നോക്ക്. നല്ലവണ്ണം നോക്കി അമ്മച്ചി. അമ്മച്ചിയുടെ പേര് ഈ ബുക്കിലില്ല. ഇല്ലെന്നോ? എന്റെ കർത്താവേ, ഇത്രയൊക്കെ ചെയ്തിട്ട് എനിക്ക് സ്വർഗത്തിൽ സ്ഥാനമില്ലാന്നോ? ചുമ്മാതാണോ കർത്താവേ നിന്നെ 3 ആണിമേൽ ഇങ്ങനെ കുരിശിൽ തറച്ചത്? സ്വർഗത്തിൽ പോകാനുള്ള ടിക്കറ്റ് ഇവിടെയാണോ ലഭിക്കുന്നത്? അതെ. എന്താ പേര്? എന്റെ പേര് തോമാച്ചൻ. എന്റെ പേര് കാണാൻ സാധ്യതയില്ല. ഞാൻ പാപിയായ മനുഷ്യനാണ്. ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. എനിക്ക് ആരെയും സ്നേഹിക്കാൻ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല, ഞാൻ എന്റെ കഴിവിൽ അഹങ്കരിച്ച് ദൈവത്തെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ എന്റെ പാപങ്ങളെ കുറിച്ച് അനുഭവിക്കുന്നു. ഞാനൊരു പുതിയ സൃഷ്ടിയാണ്. നിശ്ചയമായും ഞാൻ എല്ലാവരും സ്നേഹിക്കുന്നു. എന്നാലും പാപമായിരുന്നു എനിക്ക് സ്വർഗത്തിൽ പോകാൻ കഴിയുമോ? ഇല്ല. അതുകൊണ്ട് എന്റെ പേര് അതിൽ കാണാൻ സാധ്യതയില്ല. ആ, സാരമില്ല. അതെ, നിങ്ങളുടെ പേര് ഈ ബുക്കിലുണ്ട്. നിങ്ങൾ സ്വർഗത്തിൽ പോകുവാൻ ഒരുങ്ങിക്കൊള്ളൂ. എന്റെ ദൈവമേ, അങ്ങനെ എത്രത്തോളം സ്നേഹിക്കുന്നതാണ് ഞാൻ അറിഞ്ഞത്. എന്റെ പാപങ്ങളെ കണക്കിലാണ് എന്റെ ജീവിതത്തിൽ സ്വർഗരാജ്യത്തിന് അവകാശിയാക്കിയത്. ഞാൻ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. സ്നേഹമായ ദൈവമേ, അങ്ങേക്ക് സ്തോത്രം. Bye.